നമസ്കാരം. കളങ്കാവിൽ എന്ന് പറയുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത സിനിമയെക്കുറിച്ച് പറയാനാണ് വന്നത്. സിനിമ കണ്ടു. സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു രംഗം ഞാൻ ആദ്യം പറയാം. അതിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ടാണ് വിനായകൻ. ആ സിനിമയിലെ നായകനാണ്, ശരിക്കും നായകനാണ്. സാധാരണ പറയുന്ന പോലെയല്ല, മമ്മൂട്ടി കയറി നിൽക്കുന്ന വില്ലൻ കയറി നിൽക്കുന്ന, മമ്മൂട്ടി അഭിനയിക്കുമ്പോൾ സ്വാഭാവിക വില്ലൻ കയറി നിൽക്കുമല്ലോ. അപ്പം പേരിനൊരു നായകനല്ല, ആ സിനിമയിലെ ഒറിജിനൽ നായകനാണ്. ഈ നായകൻ വീട്ടിൽ മകളുമായിട്ട് ഇങ്ങനെ പഞ്ച് പിടിക്കും, അയാളുടെ കുഞ്ഞു മകളുമായിട്ട്. അപ്പോൾ പഞ്ച് പിടിക്കുമ്പം അവസാനം അച്ഛൻ ജയിക്കും. ഞാൻ വിചാരിച്ചു നമ്മളൊക്കെ ചെയ്യുക, നമ്മളെ ആക്ട് ചെയ്യുമല്ലോ, മോള് ജയിക്കുന്നതിൽ അങ്ങനെ കാണിക്കുന്ന വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അച്ഛൻ തന്നെ ജയിക്കും. കുറച്ച് മുതിർന്ന കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി പറയും, ഞാൻ വലുതായിട്ട് നല്ല ശക്തി കിട്ടിയാൽ അച്ഛനെ തോപ്പിക്കും എന്ന് പറയും. അപ്പോൾ ആ രംഗത്ത് വിനായകൻ ഇങ്ങനെ എണീറ്റ് നടക്കുന്നുണ്ട്. ഇത് സ്പോയിലറൊന്നുമല്ല, ഒരു സീൻ എന്നുള്ള ആൾക്ക് നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ല. എണീറ്റ് നടക്കുന്നുണ്ട്. അവിടെ മനസ്സിലെ വല്ലാതെ ടച്ച് ചെയ്തൊരു രംഗമാണ് അത്. അതായത് മോള് പെൺകുട്ടിയാണ്. നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഒരു വേട്ടക്കാരൻ്റെ കഥയാണല്ലോ. അപ്പോൾ അയാൾ പിടിക്കാൻ പോകുന്ന ഓഫീസറാണ്. അപ്പം നിസ്സഹായനായി പരാജയപ്പെട്ടു എന്ന് തോന്നും വിധത്തിൽ നിൽക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ മനസ്സിൽ കൊണ്ട ആ ചോദ്യം, എൻ്റെ മകൾ, അയാളത് പറയുന്നൊന്നുമില്ല, പക്ഷേ എനിക്കപ്പോൾ തോന്നിയതാണ്, എൻ്റെ മകൾ, അവൾ പ്രതിനിധാനം ചെയ്യുന്ന ആ കുട്ടികളുടെ ഭാവി, അരക്ഷിതമായ ഭാവി അയാളുടെ ഭീതിപ്പെടുത്തി. അതായത് അവൾ ജയിക്കാതിരിക്കുമോ? മുമ്പിലിങ്ങനെ തോറ്റു നിൽക്കുന്ന 10-18 പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ ചിത്രം നിൽക്കുകയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ. അത് വല്ലാത്തൊരു ടച്ച് ചെയ്യുന്നൊരു സാധനമായിരുന്നു. ഇതാണ് ഈ സിനിമ. ആ ആളെ കീഴടക്കുക, ആ പോലീസുകാരൻ്റെ വിജയം എങ്ങനെയായിരിക്കും എന്നുള്ള ആ ആകാംക്ഷ, അതിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സിനിമ. നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു സാധാരണ കഥയാണ്. പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നായകൻ വില്ലനെ കീഴടക്കുന്നൊരു കഥ എന്ന നിലയിൽ നേരത്തെ തന്നെ മമ്മൂട്ടി തന്നെ അത് അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരു നായകൻ, ഒരു വില്ലൻ. പക്ഷേ ആ കഥയെ ഇങ്ങനെ ഒരു സിനിമയാക്കി അവതരിപ്പിക്കാനുള്ള ജിതിൻ കെ ജോസിൻ്റെ ആ ബുദ്ധി, തിരക്കഥയിലടക്കം സംഗീതത്തിലടക്കമുള്ള പങ്കാളിത്തത്തിൻ്റെ ആ ഒരു മികവിനെ കൃത്യമായി ഒരുമിച്ച് ചേർത്ത് അഭിനേതാക്കളുടെ പ്രാതിനിധ്യത്തിലൊക്കെ ആ സിനിമ ഉയർത്തി. അതൊരു വല്ലാത്ത അനുഭവമാണ്, ഒരു ക്ലാസിക്കൽ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ വലിയ അന്താരാഷ്ട്ര സിനിമകൾ ഒരുപാട് കാണുന്ന ആളൊന്നുമല്ല, പക്ഷേ ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലും അതിൻ്റെ ആവിഷ്കരണത്തിലുമൊക്കെ നമുക്കൊരു ഇൻ്റർനാഷണൽ ലെവൽ ഉയർന്നു നിൽക്കുന്ന ഒരു സിനിമയാക്കി അതിനെ മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ നമുക്കത് ആ നിലയിൽ ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഈ സിനിമയെക്കുറിച്ച് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇതുകൂടാതെ ഈ സിനിമ എങ്ങനെയാണ്, എന്താണ് എന്നൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു 5 കാര്യങ്ങൾ ഇത് കണ്ടപ്പോൾ നിങ്ങളോട് പറയണം തോന്നിയിട്ട് ഞാൻ വന്നതാണ്. സിനിമ കണ്ടിറങ്ങിയതിന് ശേഷമുള്ള മാനസികാവസ്ഥയെക്കുറിച്ച് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. അതായത് മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയിൽ പുതുമയൊന്നും ഒരുപാടുള്ള നിലയിലല്ല, പക്ഷേ നായകൻ വിനായകനാണ്, എന്നാൽ വില്ലനായ എൻ്റെ കഥാപാത്രം വില്ലനാണ്, സ്വാഭാവികമായ അന്ത്യമായിരിക്കും, പക്ഷേ അതിനുശേഷം അയാൾ നിങ്ങൾക്ക് പക്ഷേ അവിടെ ഉപേക്ഷിച്ച് പോരാൻ തോന്നില്ല എന്ന് മമ്മൂക്ക ഒരു സിനിമയുടെ അഭിമുഖത്തിൽ, ആ സിനിമയുമായി ബന്ധപ്പെട്ട അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അഭിമുഖത്തിൽ പറഞ്ഞ ആ വാക്ക് അക്ഷരാർത്ഥത്തിൽ നമുക്കത് ഫീൽ ചെയ്യും. ഇറങ്ങി വരുമ്പോഴും അയാൾ നമ്മളൊരു ഭീതിപ്പെടുത്തുന്ന ഓർമ്മയായി, ഈ സമൂഹത്തിൻ്റെ ഒരു വല്ലാത്തൊരു പരിച്ഛേദം അവിടെ എന്താണ് എന്ന് കാണിച്ചു തരാൻ ആ ഇരുണ്ട ഭാഗങ്ങൾ, അധോതലങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മുടെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് ചില മേഖലകളിൽ ഉൾപ്പെടെ നമുക്ക് ഇത്തരം സ്ത്രീ വേട്ടക്കാർ പല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അത്തരം സ്ത്രീ വേട്ടക്കാരുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ സിനിമ നടത്തുന്നുണ്ട്. സാധാരണ നമ്മൾ പെട്ടെന്ന് പറയുമ്പം മമ്മൂട്ടി വില്ലനായി അഭിനയിക്കുമ്പം വില്ലൻ ഈ എന്താ പറയുക, മഹത്വവൽക്കരിക്കുമോ എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാകും. ചില സിനിമകളിലൊക്കെ അങ്ങനെ നടക്കാറില്ല. പക്ഷേ ഇവിടെ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ മമ്മൂക്കയുടെ കഥാപാത്രത്തെ നമ്മൾ അഭിമുഖീകരിക്കുമ്പം എനിക്കുണ്ടാകുന്നൊരു ഭീതി അതാണ്. ഇത്തരം കഥാപാത്രം ചെയ്യുമ്പം ഈ വില്ലനിസത്തെ ആരാധിക്കുന്ന തരത്തിലേക്ക് ആരാധകരെ ചിലപ്പോൾ കൊണ്ടുവന്നെത്തിക്കാൻ ആ നടൻ്റെ ഈ കരിസ്മ കൊണ്ട് സാധിക്കാറുണ്ട്. എന്നാൽ ആ അഭിനേതാവിൻ്റെ മികവിൻ്റെ കരിസ്മ കൊണ്ട് അതിനെ മറികടക്കാൻ കഴിയും. ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ വില്ലനെ നായകൻ കീഴടക്കുമ്പം തിയേറ്ററിൽ കയ്യടി വരുന്നത്, ഇപ്പോൾ എനിക്ക് കയ്യടിക്കാൻ തോന്നുന്നത് ആ വില്ലനെ അഭിനയിച്ച് അവതരിപ്പിച്ചതിൽ മികവ് കൊണ്ടാണല്ലോ. അയാൾ അങ്ങനെയെങ്കിലും കീഴടക്കണം എന്ന ഒരു തോന്നലുണ്ടല്ലോ. സാധാരണ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന നമുക്കങ്ങനെ തോന്നാൻ സാധ്യതയില്ലല്ലോ. ഒരു പരിധിവരെ നമുക്കതത്ര, അയാൾ അങ്ങനെ അത്ര ക്രൂരൻ, എത്രമാത്രം ക്രൂരനായാലും അത് ഉള്ളിൽ തോന്നില്ല. ഇതിപ്പോൾ ഒരു വിധേയനിലൊക്കെ ഉണ്ടാകുന്നൊരു മാനസികാവസ്ഥയുണ്ട്. അന്നൊന്നും ഇങ്ങനെ ഈ സൂപ്പർ മെഗാ പരിവേഷം ഇത്രയധികം ഈ സോഷ്യൽ മീഡിയ ഒന്നും വരാത്തതുകൊണ്ട് ഇത്രയധികം നടന്മാരിൽ ആ ആഴത്തിലുണ്ടായിട്ടുണ്ടോ, ഈ ആരാധകരിൽ ആഴത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അന്ന് ഭീകരമായൊരു മികവ് കാണിച്ചിട്ടുണ്ട്, അത് നമ്മളിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് മാത്രമല്ല, ഈ വ്യക്തി എന്നുള്ള നിലയിലും ഈ അഭിനേതാക്കളെ നമുക്ക് കൂടുതൽ അറിയുന്നുണ്ട്. ഈ ക്യാരക്ടറിന് മേലെ വ്യക്തി അങ്ങ് നിൽക്കും. പല സിനിമയ്ക്കുള്ളൊരു ദുരന്ത പര്യവസാനം അതാണ്. പക്ഷേ മികച്ച അഭിനേതാക്കൾ അതിനെ മറികടക്കും. ഇതിലത് സംഭവിച്ചിട്ടുണ്ട്. നായകൻ വില്ലനെ കീഴടക്കുന്ന ഒരു ഘട്ടത്തിൽ നമുക്കത് വല്ലാതൊരു തൃപ്തി തരുന്ന
വിധത്തിൽ കൈയടിക്കാവുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ആ കഥാപാത്രത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കഥാഭാവുകത്വത്തിന് അവതരിപ്പിക്കുന്ന കഥയുടെ ശൈലിക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് ആത്യന്തികമായി പ്രത്യക്ഷത്തിൽ മമ്മൂട്ടിയും വിനായകനൊക്കെ നിൽക്കുമ്പോൾ തന്നെ ജിതിൻ കെ ജോസിൻ്റെ സംഭാവന ചില്ലറയല്ല എന്ന് ആ സിനിമ നമുക്ക് പിന്നീട് വിലയിരുത്തും മനസ്സിലാവും. അങ്ങനെ ഒരു പ്രത്യേകത മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നാമതായി നമുക്ക് മമ്മൂട്ടിയുടെ അഭിനയ മികവിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതുവരെ അധികം കണ്ടിട്ടില്ല അത്തരത്തിലൊരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിച്ചത്. വിധേയനിലൊക്കെ വേറൊരു തലമാണ്. ഇവിടെ പലപ്പോഴും നേരത്തെ ചില വീഡിയോകളൊക്കെ ഉണ്ടല്ലോ, 10-22 സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അതെന്തുമാത്രം ബോറടിപ്പിക്കുന്ന കഥയായിരിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. ഇത്രയും കഥ ആവർത്തനങ്ങൾ വരില്ലേ എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമയുടെ കെട്ടുപാട് അങ്ങനെ നമ്മളെ ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വളർത്താൻ അതിൻ്റെ ജിതിൻ കെ ജോസിനും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇയാളുടെ ഒരു ചില സ്ഥലം ഇതുവരെ കാണാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാലം, ഇത്രയും നാൾ, ഇത്രയും സിനിമകൾ. അപ്പോൾ ഏതാണ് ചിലപ്പോൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇപ്പോൾ മോഹൻലാലിനോടൊക്കെ ഒരു സിനിമയുടെ കാര്യം പറയുമ്പോൾ അവർ ഇതുവരെ അഭിനയിക്കാത്ത കാര്യങ്ങളുണ്ടോ, മമ്മൂട്ടിയൊക്കെ ചിലപ്പോൾ പറയുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത എന്തെങ്കിലും ഭാവം ചെയ്യാനുള്ള അല്ലെങ്കിൽ ബിഹേവിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനകത്ത് ഇതുവരെ കാണാത്ത 2-3 സംഭവങ്ങളുണ്ട്. അത് ചില സമയം അത് പറയുന്നില്ല, അങ്ങനെ ചില രംഗങ്ങളുണ്ട്. അത് ആ ക്രിയ, ആ സിനിമ ആത്യന്തികമായി നമ്മളിലേക്ക് ആ രംഗം എന്താണോ തരാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേറൊരു സംഗതി നമ്മളിലേക്ക് എത്തിക്കാൻ, അതിൻ്റെ ആ തീവ്രതയിൽ എത്തിക്കാൻ ചിലപ്പം സീനിൽ ഈ ക്രിയ ഒന്നും കാണിക്കണമെന്നില്ല. ക്രിയ ഞാൻ പറയുന്നില്ല എന്താണെന്ന് കാണിക്കുന്നില്ല. പക്ഷേ അയാളുടെ മുഖഭാവത്തിലൂടെ നമ്മളിലേക്ക് രോഷം വളർത്തുന്ന, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ധാർമ്മിക ബോധം ബാക്കിയുണ്ടെങ്കിൽ അത് ഉണർത്തിവിടുന്ന ഒരു പരിപാടിയാണ്. നമ്മളിപ്പോൾ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത ഒരു സംഭവം ഉണ്ടല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവം. ആ സമയത്തൊക്കെ ഇപ്പോഴും ചില ആളുകൾ ആലോചിക്കുന്നുണ്ട്, ഇപ്പോഴും അയാൾ ഇങ്ങനെ ന്യായീകരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുന്നത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ആളുകൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. എന്നിട്ടും നമ്മൾ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഉണർത്തിവിടാൻ ഈ സിനിമക്ക് പറ്റും. ഇത് തെറ്റാണ്, അങ്ങനെ ചെയ്യുന്ന വേട്ടക്കാർ ഇവിടെ ഉണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ വർഗീയതയുടെയൊക്കെ പേരിൽ അപനിർമ്മിച്ച് അതിനുള്ളിലൂടെ തടിയേച്ചിലാക്കുന്ന ആളുകൾ ഉണ്ട്. അതിൽ നമ്മൾ തലകച്ചു കൊടുക്കരുത്. ഈ കുറ്റകൃത്യം ചെയ്യുന്നതിൻ്റെ ഒരു സ്പെസിഫിക് സ്പോട്ട് ചിലപ്പം കുറ്റവാളി തന്നെയാണ്. അതിനെ സാമൂഹ്യവൽക്കരിച്ചിട്ടാണ് വർഗീയ ലഹളകളും മറ്റ് സാധ്യതകളും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഇവന്മാർക്ക് അവിടെ നിന്ന് അത് ഉപയോഗിച്ച് ഇവർക്ക് തടിയേച്ചിലാക്കുക, ഇവരുടെ കുറ്റകൃത്യം, ഇവർക്ക് എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാവും, അധികാര ലക്ഷ്യം ഉണ്ടാവും, മറ്റെന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ അതിന് ബേസിക് ഒരു ക്രിമിനലിസം ഉണ്ട്. അതാണ് ഇവിടെ കൃത്യമായി പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെ നമ്മൾ ഉണർത്തിവിടാൻ അതിന് കഴിയും. ഇപ്പോൾ ഈ സിനിമ തന്നെ ഒരു ഇടവേളയിൽ ഒരു പരസ്യം വരും, ഒരു സിനിമയുടെ പരസ്യം. നിങ്ങൾക്ക് അറിയാവുന്നൊരു പരസ്യമാണ്. ആ പരസ്യത്തിൽ അതിലത്തെ നായകൻ പറയും, പിന്നെ ഇനി ഇടവേള കഴിഞ്ഞിട്ടാണല്ലോ, ഇനി എൻ്റെ ഷോയാണെന്നോ എന്തോ ഒരു ഡയലോഗ് പറയും. ആ ഡയലോഗ് ഈ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഡയലോഗ് കാണുകയാണ്. ഈ വില്ലൻ്റെ ഷോ, ഈ സ്ത്രീ വേട്ടക്കാരൻ്റെ ഷോ, അത് പെട്ടെന്ന് തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇയാൾ ഇത് പറയുകയും ഇത് വരികയും ചെയ്യുമ്പം എത്ര കറക്റ്റാണ് എന്ന് തോന്നും. അങ്ങനെ ഇനി എൻ്റെ ഷോയാണ് എന്ന് ആ സിനിമയുടെ നായകൻ, ആ സിനിമയിലെ ക്യാരക്ടറാണ്, പക്ഷേ അയാൾ പറയുമ്പോൾ അത് നല്ലോണം മറ്റന്നാൾ വിധി വരാൻ പോവുകയാണല്ലോ, ജനപ്രിയ നായകൻ എന്നൊക്കെ പേര് വിളിച്ചിട്ട് അയാൾ അതിൽ അഭിനയിക്കുന്നുണ്ട്, അയാളത് പറയണം. അപ്പോൾ ഉണ്ടാകുന്ന ഒരു നമുക്ക് ആ സിനിമയിലെ കഥാപാത്രം നമുക്ക് ശരിക്കും അത് ഉൾക്കൊള്ളാൻ പറ്റും. ഉള്ളിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ധാർമ്മികതയും ബോധവും ഒക്കെയുള്ള ആളുകൾക്ക് അത് ഉണരും. അങ്ങനെ ആ വില്ലന് എതിരായ ചിന്ത നമ്മളിൽ പുതിയൊരു ബോധം ഉണ്ടാക്കും. അതാണ് സിനിമ ആത്യന്തികമായിട്ട് നമ്മളിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിനെ ആ മട്ടിൽ ഉയർത്താൻ മമ്മൂട്ടിയുടെ സാന്നിധ്യം ഭയങ്കരമായി ഗുണമായി. ഞാൻ ആത്യന്തികമായി പറഞ്ഞിരുന്ന ഈ സിനിമ മമ്മൂട്ടി വില്ലനായതുകൊണ്ട് വില്ലനിസത്തിൻ്റെ മഹത്വവൽക്കരണമല്ല, വില്ലനിസം തിരിച്ചറിയാനുള്ള എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ, തിരിച്ചറിയാതെ നിങ്ങളിൽ അവശേഷിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ കൂടി മറികടന്ന് വില്ലനിസത്തോടുള്ള അയാളുടെ രീതി, സ്ത്രീവേട്ട, അതിനോടുള്ള നമ്മുടെ രോഷത്തെ ഉണർത്താൻ ഈ സിനിമക്ക് കഴിയും. അതുകൊണ്ടുകൂടി അങ്ങനെ ഒരു സാമൂഹ്യമായ പ്രസക്തി ഈ സിനിമക്കുണ്ട്. രണ്ടാമത്തേത് നടൻ എന്നുള്ള നിലയ്ക്ക് വിനായകനെ കുറിച്ച് തന്നെയാണ് നമുക്ക് പറയേണ്ടത്. വിനായകൻ ഈ ക്യാരക്ടറിനെ വ്യത്യസ്തമായി അവതരിപ്പിച്ചു. എന്നെ മസിൽ പിടിപ്പിച്ചു എന്നൊക്കെ വിനായകൻ അഭിമുഖത്തിൽ പറയണ്ടല്ലോ, അത് കറക്റ്റായിരുന്നു. വിനായകൻ്റെ നായകൻ അയാളുടെ വിജയം വരുമ്പോൾ ആ ഒരു ഘട്ടത്തിലും ഇയാൾ എന്താണ് ജയിക്കാത്തത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ആ നിസ്സഹായതയെ ഇയാൾ തുടരേണ്ടി വരുമോ എന്നൊക്കെയുള്ള ആകുലതയിൽ നിൽക്കുമ്പോൾ തന്നെ അയാൾക്കതിനെ മറികടക്കാൻ കഴിയുന്നുണ്ട്. വിനായകൻ്റെ ആ ഒരു കരുത്തും അയാളുടെ ഭാവവും ഇതിനെല്ലാം ജയിക്കും അയാൾ നമുക്ക് തോന്നും. അങ്ങനെ ഒരു ഹീറോയിസത്തിൻ്റെ ഒരു പതിഞ്ഞ താളം അവിടെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അയാളുടെ 2-3 ഭാവങ്ങൾ ആ സിനിമയിൽ പ്രധാനമാണ്. ഒന്ന്, അയാളിലൊരു നിഗൂഢത എപ്പോഴുണ്ട് വിനായകനിൽ. അത് പല ഘട്ടങ്ങളിൽ അത് പുറത്തേക്ക് വരുന്നുണ്ട്, നമ്മളിൽ ചിന്തിപ്പിക്കും. അത് ആ സിനിമയിൽ ഒരു ലഹളയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ലഹളയിൽ അയാൾ ആദ്യം കാണിക്കുന്ന ഒരു സീനിൽ അയാളുടെ കോസ്റ്റ്യൂം ഞാൻ പറയാം. അയാളൊരു കറുത്ത കുപ്പായം കറുത്ത പാൻറ്റൊക്കെ ഇട്ടിട്ടാണ് അതിനകത്ത് ഒരു ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത്. അതിനുശേഷം
അതിനുശേഷം അയാൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു ബോധത്തിൽ അയാളങ്ങ് ഉയരുകയാണ്. പിന്നെ അങ്ങ് ആ സിനിമയെ തനിക്കൊത്ത ഒരു വില്ലനോട് പൊരുതാൻ പോകുന്ന ഒരാളായിട്ട് അയാൾ വരികയാണ്. അപ്പോൾ നമുക്ക് ഈ മമ്മൂട്ടി വിനായകൻ എന്നുള്ള ആ ഒരു ബാരിയർ അവിടെ നിന്ന് മാറും. രണ്ട് കഥാപാത്രങ്ങൾ, എടുപ്പുള്ള രണ്ട് കഥാപാത്രങ്ങൾ, അതിൽ മികവുള്ള കഥാപാത്രത്തിൻ്റെ ധാർമ്മികത അത് മുകളിൽ കയറി നിൽക്കുകയും അതിലൂടെ ഉണ്ടാകുന്നൊരു വിജയം ഭയങ്കരമായ ഒരു ആസ്വാദ്യത നൽകി എന്നുള്ളതാണ്. പിന്നൊന്ന് ഈ നായികമാർ എന്ന് 10-22 പേരെ അന്ന് ഈ സിനിമയുടെ സമയത്ത് പരിചയപ്പെടുത്തി. അവർ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. നായികമാർ എന്നുള്ളതല്ല, അതിൻ്റെ ടെക്നിക്കലി വാക്ക് കറക്റ്റല്ലാന്ന് തോന്നുന്നു. അതിനകത്ത് സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാടുണ്ട്. എന്നെങ്കിലും 2-3 പേര് നന്നായി നമ്മൾ മനസ്സിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. രജീഷ വിജയൻ, ഗായത്രി, ശ്രുതി രാമേന്ദ്രൻ, ഇങ്ങനെ 2-3 പേര് മനസ്സിൽ നിൽക്കും. അതോടൊപ്പം തന്നെ ഈ ജിബിൻ ഗോപിനാഥ്, അസീസ് നെടുമങ്ങാട്, ബിജു പപ്പൻ, നമ്മളിതുവരെ അധികം അങ്ങനെ ഇപ്പോൾ സമീപകാലത്ത് കൂടുതൽ ചർച്ച ചെയ്യുന്ന ആളുകൾ തന്നെ മുഖ്യധാര ഒരു വലിയ സിനിമയുടെ അവസാനം വരെ നന്നായിട്ട് ചെയ്യുന്ന സാന്നിധ്യമായി നിൽക്കുന്നുണ്ട്. കുറേ അഭിനേതാക്കളുണ്ട്. ഒറ്റ സീനുകളിൽ വരുന്ന 2-3 രംഗങ്ങളിൽ വരുന്ന ആളുകൾ മനസ്സിലിങ്ങനെ എല്ലാവരും നിൽക്കും. കാരണം അങ്ങനെ ഓരോ നിമിഷവും ആ സിനിമ കടന്നു പോകുന്ന ഓരോ സന്ദർഭവും നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന സന്ദർഭങ്ങളല്ല. വിജയ് മുത്തു, NP നിസ, സൂരജ്, ഇങ്ങനെ കുറച്ചധികം പേര് ആ സിനിമയിലുണ്ട്. പറയാൻ അറിയാത്ത പേരുകളുള്ള ആളുകളുണ്ട്, കണ്ടുപരിചയം മാത്രമുള്ള അറിയുകയും ചെയ്യാത്ത ആളുകൾ ഒക്കെയുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഓർമ്മിക്കാനുള്ളൊരു കഥാപാത്രമായി ഒരു 90% കഥാപാത്രങ്ങളും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആത്യന്തികമായി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ തന്നെയാണ്, ഈ സിനിമ ഒരു ക്ലാസിക് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്വഭാവത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലാസിക്കൽ സ്വഭാവത്തിലേക്കാണ് ഇത് ഉയർത്തി അവതരിപ്പിച്ചിട്ടുള്ളത്. വേണമെങ്കിൽ അതൊരു കേവലം ഒരു ഹീറോയിസ്റ്റിക്കായ ഒരു അടിപൊളി മാസ് പടമായിട്ട് എടുക്കാവുന്നൊരു കഥയാണ്. ചിലപ്പം പലരും അങ്ങനെ എടുത്തേക്കാം. പക്ഷേ ജിതിൻ കെ ജോസ് അതിനപ്പുറത്ത് ആ സിനിമ ഉയർത്താൻ ശ്രമിച്ചു. അതിലവർ വലിയ തോതിൽ വിജയിച്ചു. എന്തായാലും എടുത്തു പറയേണ്ടത്, നമുക്ക് വല്ലാതെ സിനിമയെ ഒരു സൃഷ്ടി, ഒരു ആസ്വാദന സാധനം എന്ന നിലയിൽ, നമുക്ക് കലാസൃഷ്ടി എന്നൊക്കെയുള്ള നിലയിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ആഹ്ലാദം, ഇത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിൻ്റെ ഒരാഘോഷമായിട്ട് ആ സിനിമയിലെ കഥാപാത്രത്തെ മാറ്റി. ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, ഇയാൾക്ക് ഭ്രാന്താണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മാതിരി ഒരു കഥാപാത്രത്തിലേക്കുള്ള മൂപ്പരനവരുണ്ടല്ലോ, എനിക്ക് ഭ്രാന്താണ് അഭിനയിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ടുള്ള ദാഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഈ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ മമ്മൂട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ തിരിച്ചുവരവ് ഒരുപക്ഷെ അദ്ദേഹത്തിന് വ്യക്തിപരമായ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. പക്ഷേ നമുക്ക് നമ്മുടെ വിനോദ ലോകത്ത്, നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ നിലനിർത്തുന്ന തന്നെ വിനോദമാണല്ലോ. നമുക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ നമുക്ക് ഏതെങ്കിലും വിനോദോപാധി നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ സിനിമ എന്നുള്ള നിലയിലും ഒരു അധോ ലോകത്തെ ഒരുപക്ഷെ ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ കുറ്റവാളി പലപ്പോഴും 2 രീതിയിലാണ് ഉണരുക. അത് സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. അല്ലാതെ ഉപയോഗിക്കുന്നവർ ഈ സമൂഹത്തെ, ഈ ലോകത്തെ തകർക്കും. അതിനുവേണ്ടി അവർ സംഹാര താണ്ഡവമാടും. അവരെ കൈകാര്യം ചെയ്യുന്ന, അവരെ കീഴടക്കാൻ വെമ്പുന്ന സാമൂഹ്യ നേതൃത്വത്തിൻ്റെ ഒരു അടയാളമായിട്ട് ഈ സിനിമ നിൽക്കും. അത് ആസ്വാദനത്തിൻ്റെ തോതിലും വ്യത്യസ്തമായിട്ടുണ്ട്. അത് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഇരുണ്ട ലോകത്തെ അതേ മട്ടിൽ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാൻ, അതിൻ്റെ ഒരു പെർഫെക്ഷന് വേണ്ടി ശ്രമിച്ച ജിതിൻ കെ ജോസും സംഘവും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നന്ദി, നമസ്കാരം.